എന്റെ അച്ഛനെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ താനാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന് പകരം ചോദിക്കാതെ അടങ്ങില്ല പ്രതാപവർമ്മയുടെ മകൾ ഋതിക. താൻ കരുതിയിരുന്നു. ആളുകളെ കാണുമ്പോ ചുരുണ്ടുകൂടി ഓടുന്ന ഈനാം പേച്ചി ആ രുക്മിണി, രാത്രി മുഴുവൻ കക്കാനിറങ്ങുന്ന മരപ്പട്ടി ഇയാള്. ഒരു കൊടുങ്കാറ്റിന് നേരെയാ നീയൊക്കെ വെല്ലുവിളിക്കുന്നേ. ആ നരുന്ന് കളക്ടറെ നീയൊക്കെ കയ്യിലെടുത്തിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും തോക്കുന്നവനല്ല ഈ അനന്തംപിള്ള. ഇത്ര വലിയ ആളായിരുന്നെങ്കിലേ ആ കളക്ടറുടെ മുൻപില് പൂച്ചയെ പോലെ നിന്നതെന്തിനാ? അവളെ ഞാൻ ഇവിടുന്ന് പാറപ്പിക്കും. താൻ തന്റെ കുറെ ഏറാമുള്ളികളെയും കൂട്ടി ആ കടപ്പുറത്ത് പോയി നിന്നേ പട്ടം പറപ്പിച്ച് കളിക്ക് കേട്ടോ. അല്ലാതെ കളക്ടറെ പറത്താനൊന്നും നോക്കണ്ട. ഈ അനന്തംപിള്ള തോറ്റു പോവുകയാണെന്ന് നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചോ? താൻ 1000 വട്ടം തോറ്റാലും യാതൊരു നാണോ മാനോ ഇല്ലാത്തവനാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരു പടക്കം ചീറ്റിപ്പോയാ പോയിരുന്ന അടുത്ത പടക്കം കെട്ടുവെന്നും ഞങ്ങൾക്കറിയാം. താനിനെ ഡൈനാമൈറ്റ് ഉണ്ടാക്കി ഞങ്ങൾക്കിട്ട് പൊട്ടിക്കാൻ നോക്കിയാലും ഞങ്ങൾക്കേ ഒന്നും പറ്റത്തില്ലടോ. ഞങ്ങളെ കുലം വേറെയാ. നിന്റെ കുലഗുരുവിനെ ഇല്ലാതാക്കിയിട്ടേ ഈ അനന്തംപിള്ള വിശ്രമിക്കും. അയ്യോ, താൻ വല്ലാതെ കുഴയുമല്ലോ. എടോ, ആകാശത്ത് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോ ചില നായ്ക്കള് കുരയ്ക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ വർമ്മ സാറിനെ നോക്കി താൻ അധികം കുരയ്ക്കണ്ട. ഇയാൾ കുറെ കുരയ്ക്കോ കുറുക്കം കൂന്നത് പോലെ കൂവ ചെയ്യട്ടെ രാജു. നമുക്കിതൊക്കെ ഒരു രസമല്ലേ? അല്ല, ഞാൻ മറ്റൊന്ന് ആലോചിക്കായിരുന്നു. ഇയാള് പെട്ടെന്നെന്താ അംബികയും ദീപക്കിനെ വിട്ടിട്ട് ഈ രുക്മിണിയുടെ പരിസരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നത്? ഇനി അത് അളിയന്റെ പെങ്ങളാണോ? അച്ഛനെയും നമ്മളെ എങ്ങനെയും തോൽപ്പിക്കാനുള്ള മാറ്ററുകൾ തേടി നടക്കുകയല്ലേ രാജു? ഓ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോഴാണ് വടിവാള് ഭാസ്കരനും ബ്ലേഡ് രുക്മിണിയും ഇയാളുടെ ശ്രദ്ധയിൽ പെട്ടത്. എന്നാ അവരെ വെച്ചൊരു കതിനെ നിറച്ചേക്കാവെന്ന് കരുതി അല്ലേ? ഇങ്ങനെ നാണമില്ലാത്തൊരു അനന്തംപിള്ള. ഈ ചില രാജ്യങ്ങളിലൊക്കെ നടപ്പാക്കുന്ന ശിക്ഷാ നിയമം ഇവിടെയും കൊണ്ടുവരണം. ഇവരെയൊക്കെ പൊതുസ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി വെടിവെച്ച് കൊല്ലണം. നിർത്ത്. അധികം നീ എവളും കൂടെ കത്തി കയറല്ലേ. ചോരക്കറ കുറെ കണ്ട കയ്യായത്. രണ്ടിനെ ഇവിടെ വെച്ച് നിർത്തുകളയും, മനസ്സിലായോടാ? താൻ ഒരു പുല്ലും ചെയ്യില്ല. ഓർക്കാപ്പുറത്ത് വന്നൊന്ന് വിരട്ടി. അതൊക്കെ ഞങ്ങൾ തരണം ചെയ്തു. പക്ഷെ ഇനി മുതല് തനിക്ക് കഷ്ടകാല. ചില ജോത്സ്യന്മാര് പറയുന്ന പോലെ കണ്ടകശനി. എന്റെ അച്ഛനെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ താനാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന് പകരം ചോദിക്കാതെ അടങ്ങില്ല പ്രതാപവർമ്മയുടെ മകൾ ഋതിക. താൻ കരുതിയിരുന്നു. എടോ, പേടിച്ച് താൻ പോയി കെട്ടിത്തൂങ്ങി ചത്തേക്കല്ലേ. തന്നെ ജീവനോടെ ഞങ്ങൾക്ക് വേണം. ഇതൊന്നും വേണ്ടായിരുന്നു. നമ്മള് ഭാസ്കരനോട് കാശ് മേടിച്ച് വിറ്റ വീടാ. ഭാസ്കരനും കാശ് മേടിച്ച് അവർക്ക് വിറ്റത്. ഹോ, പോട്ടെന്ന് വെച്ചാ മതിയായിരുന്നു. പ്രതികാരം വീട്ടാനൊന്നും പോകണ്ടായിരുന്നു. പിന്നെന്തിനാ കളക്ടർക്ക് പരാതി കൊടുത്തത്? എടാ, അത് പിന്നെ അനന്തപിള്ള സാറ് വന്ന് ഏരിയേറ്റിയപ്പോ ചെയ്തു പോയതാ. ഇതിപ്പോ കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിച്ച അവസ്ഥയായിപ്പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വല്ലാത്ത നാണക്കേടായി പോയി. ഞാൻ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഓ, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നമ്മൾ നോക്കാൻ പോകുന്ന എന്തിനാ? വിട്ടുകള ഹരീഷേ, അവർക്കിട്ടൊരു പണി കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചു, നടന്നില്ല. അത്രയല്ലേ ഉള്ളൂ.
മരുമകനും മകളും കൂടി കുറെ പടക്കം എന്റെ വീടിന് മുമ്പിൽ പൊട്ടിച്ചതാ. അതിന്റെ ഇരട്ടി ഞാൻ ഇന്നിവിടെ പൊട്ടിക്കും. ആ, പണ്ടൊക്കെ പടക്കം പെട്ടെന്ന് പൊട്ടിക്കാൻ ചക്കത്തിരി ഉണ്ടായിരുന്നു. ആ, ഇപ്പൊ ഈ കയർമ കത്തിച്ചാ മതി. ഞാൻ കരുതി നീയൊക്കെ നാണം കെട്ട് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണെന്ന്. ഞങ്ങൾ എന്തിനാണോ നാണം കെടുന്നേ? ഞങ്ങളുടെ വസ്തുവും വീടും തട്ടിയെടുക്കാനേ രാഷ്ട്രീയക്കാരുടെ അടുത്തും കളക്ടറുടെ അടുത്തും ഒരുപാട് ഓടി നടന്നല്ലേ. അത് നടക്കാതെ വന്നപ്പോ ഒരുപാട് ക്ഷീണം കാണൂലേ. താൻ എന്തിനാടോ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പടക്കം പൊട്ടിക്കുന്നേ? എടീ, നീയൊക്കെ എന്റെ വീടിന് മുമ്പിൽ കൊണ്ടുവന്ന് കുറെ പടക്കം പൊട്ടിച്ചതല്ലേ. ഇവിടെ ഒരു 101 കഥന നിരത്തി വെച്ച് പൊട്ടിക്കാന്ന് വെച്ചതാ. പക്ഷെ കഥന കിട്ടിയില്ല. അപ്പന്റെ പെട്ടത്തലയിലിട്ട് ഏറുപടക്കം എറിഞ്ഞു പൊട്ടിക്കുന്ന തലതെറിച്ച മക്കളുടെ കാല. ഇതുപോലെ നശിച്ച സന്തതികള് മാതാപിതാക്കളെ ബോംബ് വെച്ച് കൊല്ലുന്നതിന് മുമ്പ് തിരിച്ച് 2 ഏറുപടക്കമെങ്കിലും പൊട്ടിച്ചേക്കാം. വേണേട്ടാ, എന്താ ഇത്? ഇവര് നാണം കെട്ട് തരം താഴ്ന്ന പണി കാണിച്ചെന്ന് വെച്ച് നമ്മൾ ഇവരോടൊപ്പം തരം താഴണോ? ഒരു തരം താഴലുമില്ല. അച്ഛൻ ചെയ്തത് ശരിയാ. ഒന്നും മിണ്ടാതിരിക്കടി. ദേ, ഇവർക്കിട്ട എറിയണ്ടേ, ഇവരെ ഇതിന്റെ ആണി. ഈ വീട്ടിൽ വന്ന് ഇനിയും അക്രമം കാണിച്ചാ ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ നീ വിളിക്കടി പോലീസിനെ. നിനക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വലിയ പരിചയമല്ലേ, വിളിക്കേ. എടാ, നീ എന്താടാ കൈയ്യട്ടി മിണ്ടാ നിക്കുന്നേ? പടക്കം പൊട്ടുന്ന കണ്ട് രസിക്കാണോ? അതോ ഇയാള് നിന്റെ അമ്മായിയപ്പനായതുണ്ടോ? അടിച്ച് പുറത്താക്കടാ. വേണ്ട വേണ്ട, നമുക്ക് പോവാം. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇവളീ രുക്മിണി നേരെ നിറയെ സംസ്കാരം ഇല്ലാത്തവളാ. ഇവളോടൊക്കെ ഏറ്റുമുട്ടിയ നാണക്കേട് നമുക്ക് നമ്മുടെ പിള്ളേർക്കുവാ. ഒരു മനുഷ്യന്റെ സഹനശക്തിക്ക് ഒരു പരിധിയുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ചെയ്തു പോകുന്നതാ ഇതൊക്കെ. ഇതൊന്നും ചെയ്ത് ശീലമില്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. എടീ, ഓടുന്നതിനും ഓടിപ്പിടിക്കുന്നവനും ഓട്ടം ഒരുപോലെയാ. നിന്റെ മത്സരം ഇവിടം കൊണ്ട് നിർത്തിക്കോ.